കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവും ഐക്യജനാധിപത്യ മുന്നണിയിലെ സീറ്റ് വിഭജനവും തികഞ്ഞ ഐക്യത്തോടെ നടത്താൻ സാധിച്ചത് വളരെയേറെ അനുകൂലമായൊരു ഘടകമായിരുന്നു. കോൺഗ്രസിന്റെ KPCC ഭാരവാഹികൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായത്തിന് AK ആന്റണിയുടെ പ്രത്യേകമായ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുമ്പോൾ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കൊപ്പം തന്നെ അത് വിലക്കയറ്റമാണെങ്കിലും തൊഴിലില്ലായ്മയാണെങ്കിലും കാർഷിക മേഖലയുടെ പ്രതിസന്ധിയാണെങ്കിലും വന്യമൃഗശല്യമാണെങ്കിലും അതെല്ലാം ഞങ്ങൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ആ കാര്യങ്ങളിലെല്ലാം സമരം ചെയ്യേണ്ടടുത്ത് സമരം ചെയ്യാനും പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ട അതിനും ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ അഴിമതി, അക്രമം, അഹങ്കാരം ഇതിനെല്ലാം ഏറ്റ ഒരു ജനവിധിയാണിത്. അഴിമതി നമുക്കറിയാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPMന്റെ നേതാക്കന്മാര് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ടു. അവർ ജയിലിലാക്കപ്പെട്ടു. അവരെ സംഘടനാപരമായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് യാതൊരു അച്ചടക്ക നടപടിയും സ്വീകരിക്കാതെ മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞ പ്രതികളെ CPM നേതൃത്വം സംരക്ഷിക്കുകയായിരുന്നു. അവർക്ക് ബഹുമാനപ്പെട്ട കോടതികൾ, ഹൈക്കോടതി മുതൽ വിചാരണ കോടതി മുതൽ ഹൈക്കോടതി, സുപ്രീം കോടതി, അവരെല്ലാവരും കാര്യകാരണ സഹിതം അവർക്ക് ജാമ്യം നിഷേധിച്ചു. അവർ ജാമ്യത്തിൽ ഇറങ്ങുന്നത് കേസിന്റെ അന്വേഷണത്തെ സാരമായിട്ട് ബാധിക്കും എന്ന് കോടതികൾ ആവർത്തിച്ചു പറഞ്ഞു. സ്വർണം കട്ടവർക്ക് പോലും, അയ്യപ്പന്റെ സ്വർണത്തിന് പോലും കട്ടെടുത്തവർക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്നൊരവസ്ഥ വന്നു. ഗവൺമെന്റ് മനഃപൂർവ്വം കുറ്റപത്രം വൈകിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് അത്തരം പ്രതികൾക്ക് സാങ്കേതികമായി ജാമ്യം ലഭിക്കാനിടയായത്. എന്നാൽ പയ്യന്നൂരിലും മറ്റ് സംഭവങ്ങളിലും സ്ഥലങ്ങളിലുമെല്ലാം CPMന്റെ രക്തസാക്ഷി ഫണ്ട് അതിൽ തിരിമറി നടത്തിയ കാര്യം പുറത്തു പറഞ്ഞവരെയാണ് CPM സത്യത്തിൽ വാദിയെ പ്രതിയാക്കുന്ന നടപടിയാണ്, പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് പയ്യന്നൂരിൽ സ്വീകരിച്ചത്. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ വ്യഗ്രത കാണിച്ച ഒരു ദിവസം കൊണ്ട് തീരുമാനമെടുത്ത കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ശബരിമല മോഷണക്കേസിൽ മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞ പ്രതികളെ സംരക്ഷിക്കുന്നതിനാണ് അവർക്ക് മനസ്സ് വന്നത്. ഇത് മാർക്സിസ്റ്റ് അണികളിൽ വലിയ പ്രതിഷേധമുണ്ടായി. നേരത്തെ ഇവിടെ പറഞ്ഞു, പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധ സമരങ്ങൾ, സമാധാനപരമായ അത്തരം സമരങ്ങളെ അടിച്ചമർത്തുന്നതിലും കള്ളക്കേസിൽ കുടുക്കി യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെ ജയിലിലടയ്ക്കുന്നതിനുമാണ് പിണറായി സർക്കാർ തുനിഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ആ ഒരു വാക്ക്, പോലീസുകാരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ജനങ്ങളിൽ വലിയ രോഷമുണ്ടാക്കിയ കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ഞങ്ങളൊരു പ്രചരണ വിഷയമാക്കി മാറ്റിയ കാര്യം തന്നെയാണ്. അതുപോലെ സമീപകാലത്ത് കണ്ണൂരിൽ തന്നെ ആരോഗ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാണ് KSUവിന്റെ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അവരെ ജയിലിലടച്ചത് എങ്കിൽ അവസാനം അന്വേഷണം ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജും തന്നെ ആ കാര്യത്തില് യാഥാർത്ഥ്യം പരസ്യമായിട്ട് സമ്മതിക്കേണ്ട സാഹചര്യം വന്നു. അതുകൊണ്ട് ബഹുജന സമരങ്ങളോട് സർക്കാർ സ്വീകരിച്ച അസഹിഷ്ണുത ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ UDFന് സാധിച്ചു. ആശാ വർക്കർമാരുടെ സമരം, അതിനെ അവഗണിച്ച ഗവൺമെന്റാണ്, അതിനെ ആക്ഷേപിച്ച ഗവൺമെന്റാണ്. അതേപോലെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാന്റെയും മെമ്പർമാരുടെയും മാസശമ്പളം ലക്ഷങ്ങളായിട്ട് ഉയർത്തിക്കൊടുത്തത്. അങ്ങനെയുള്ള തെറ്റായ നയങ്ങൾക്കെതിരെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതിയത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ എല്ലാ കാലത്തെയും ശക്തി കോട്ട എന്ന് അവരും ഒരു ഘട്ടത്തിൽ ഞങ്ങളും അംഗീകരിച്ചതാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല അങ്ങനെ ഏതെങ്ങനെയാണ്? അക്രമ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ്, ജനാധിപത്യ ധ്വംസനത്തിലൂടെ തന്നെയാണ്, കള്ളവോട്ടിലൂടെ തന്നെയാണ്.
അത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടി അണികളിൽ ഉണ്ടായ അതിശക്തമായ പ്രതിഷേധമാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും തെരഞ്ഞെടുപ്പ് വിധി. ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിട്ടുവന്ന് ഈ അന്യായങ്ങളെ ചെറുത്തിയ ആളുകൾ, CPMന്റെ മുൻകാല നേതാക്കന്മാർ, അവര് ആയിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ CPM കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ജയിച്ചത് എങ്കിൽ CPM അണികളിൽ അതിശക്തമായ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാല, അടങ്ങാത്ത അഗ്നിജ്വാല ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇനിയും രാഷ്ട്രീയം വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, CPM പാർട്ടിയിൽ അണികളിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം തുടർ ചലനങ്ങൾ ഉണ്ടാക്കും. ഈ തെരഞ്ഞെടുപ്പിലെ കേവല പരാജയമല്ല, പയ്യന്നൂരിലും തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും CPMനുണ്ടായ പരാജയം CPM നേതാക്കന്മാരും പ്രവർത്തകന്മാരും തന്നെ നൽകിയ സമ്മാനിച്ച പരാജയമാണ്. UDFന്റെ മാത്രം സംഭാവനയല്ല. CPM അണികളിലുള്ള അടങ്ങാത്ത പ്രതിഷേധമാണ് പ്രകടമായത് എങ്കിൽ ആ പ്രതിഷേധത്തിന്റെ തുടർ ചലനങ്ങൾ ഇനിയും ഉണ്ടാകും. CPM നേതൃത്വം തെറ്റിതിരുത്താൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തയ്യാറാകാത്ത പക്ഷം കുഞ്ഞികൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അണികൾ നേതാക്കന്മാരെയും പാർട്ടിയെയും തിരുത്തണം എന്നതാണ് ഇന്നത്തെ അവസ്ഥ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കാനും ജനാധിപത്യ സ്ഥാപനങ്ങൾ, ജനാധിപത്യ പ്രക്രിയ അത് സമാധാനപരമാക്കാനും ശ്രമിക്കേണ്ട ഭരണകക്ഷി തന്നെ പലപ്പോഴും അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷി ദിനമാണ്. ഈ ദിനത്തിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിന്, കയ്യൊക്കിന്റെ രാഷ്ട്രീയത്തിന്, ജനാധിപത്യ ധ്വംസനത്തിന് കേരള ജനത നൽകിയ തിരിച്ചടി ഏറ്റവും പ്രത്യേകമായി പരിഗണിക്കേണ്ട ജനവിധിയാണ്. TP ചന്ദ്രശേഖരന്റെ ആ രക്തസാക്ഷിത്വം അതെന്ന് എല്ലാ കാലത്തും ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരിഞ്ഞുകുത്തുന്ന കാര്യമാണ്. അക്രമ രാഷ്ട്രീയം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല CPM. കണ്ണൂര് ജില്ലയിൽ നിന്ന് തന്നെ ഈ തിരിച്ചടി ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, കണ്ണൂരിൽ ഷുഹൈബിനെയും കാസർഗോഡ് കൃപേഷിനെയും ശരത്ലാലിനെയും എല്ലാം നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയ അക്രമ രാഷ്ട്രീയത്തിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ വ്യഗ്രതയ്ക്കും ജനങ്ങൾ നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് കണ്ടുകൊണ്ട് തിരുത്താൻ CPM തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.